İnkılap zindabad. കാരായി രാജൻ എന്നതാണ് കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നത് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസം മുൻനിർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയിൽ ഞാൻ നിലനിർത്തുന്നു. ഇവിടെ നിർദ്ദേശിക്കുന്നു. I, Karai Rajan, having been nominated as candidate seat in the Kerala Legislative Assembly, so that I will have to take and place by law established and are the default in the University of India. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തലശ്ശേരി പൗരാവലി വിജയിപ്പിക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാ ബഹുജനങ്ങളും പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും വളരെ ആവേശത്തിലാണ് ഇതിനകം രംഗത്തിറക്കി കഴിഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും അഭൂതപൂർവമായ മുന്നേറ്റമുണ്ട്. വ്യക്തികളെയും സ്ഥാപനങ്ങളിലൊക്കെ കടന്ന് ചെന്നപ്പോൾ ആവേശകരമായ പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തും വന്നിട്ടുള്ളത്. ഒന്ന്, തെറ്റായ പ്രചരണങ്ങളെ വളരെ പരിശുദ്ധമായ ദിനങ്ങളിൽ പോലും വളരെ മ്ലേച്ഛമായ പ്രചരണങ്ങൾ വന്നപ്പോൾ പരിശുദ്ധിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ അതിനോട് സ്വയം പ്രതികരിക്കാൻ തുടങ്ങി. അത് നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അത് വളരെയധികം ജനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം ഊഴം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മൂന്നാം ഗവൺമെന്റ് കേരളത്തിലുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു മണ്ഡലം, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള തലശ്ശേരി മണ്ഡലം കൂടിയായിരുന്നു. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു പഠനത്തോടു കൂടിയുള്ള ഒരു മാനിഫെസ്റ്റോ അടുത്ത ദിവസം തന്നെ LDF പ്രഖ്യാപിക്കും.